Welcome back. It's me and Shu. അപ്പോൾ നമ്മൾ പുതുക്കം വീഡിയോയാണ്. അപ്പം നമ്മൾ ചെറുക്കനുണ്ട് കാണിച്ചത് നമ്മളെ ലെജൻഡിൻ്റെ പുതിയ വർക്ക് എടുത്തുന്നിട്ട് വയസ്സ് നമ്മൾ കാരണം പഴയ വർക്ക് അത് ആർക്കും ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയ വർക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെറുക്കനെ നമ്മളിവിടെ നിർത്തിയിട്ടിട്ടുണ്ട് വയസ്സിൻ്റെ മോനെ കണ്ട് വയസ്സ് കിടില വർക്കായില്ലേ. ഇപ്പം എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻ്റ് ആക്കിക്കോട്ടെ വയസ്സ്. പിന്നെ ഗ്ലാസ്സിലെ ടിൻ്റൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലും വെച്ചില്ല, ബാക്കും ചെറിയ ടിൻ്റ് വെച്ചിരുന്നിട്ട് വയസ്സ് അങ്ങനെ ഉണ്ട്. നിങ്ങൾ കമൻ്റ് ആക്കിക്കോട്ടെ ഗൈസ്. എനിക്കേതായാലും ഒറ്റ നോട്ടത്തിൽ തന്നെ ഈ ഒരു വർക്ക് ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. നമ്മൾ തന്നെ ചെയ്തെടുത്ത വർക്കാണ്. അങ്ങനെ ഉണ്ട്, നിങ്ങൾ കമൻ്റ് ആക്കിക്കോളൂ ഗൈസ്. പിന്നെ ഏതായാലും നമുക്ക് നേരെ വണ്ടി വിടുകയാണ്. ഇങ്ങോട്ടാണ് ചോദിച്ചാൽ വേറെ ഇങ്ങോട്ടല്ല ഗൈസ്, സ്ഥലം ഉണ്ടായാലേ പോകുന്നു. സംഭവം നമ്മൾ സോണിക്ക് BC 2 വണ്ടി സോൾഡ് ഔട്ട് ചെയ്തതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ഈ 2 വണ്ടി എടുത്ത ശേഷം സത്യം പറഞ്ഞാൽ ഇത് ഞാൻ വേറെ പൈസയൊക്കെ എടുത്തതാണ്. അപ്പോൾ അതിന് 2 BS6 ആക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ സോൾഡ് ഔട്ട് ആക്കി. അപ്പോൾ അതിൻ്റെ വർക്ക് അതിന് കോൾ ചെയ്തെന്ന്. അപ്പോൾ രണ്ടും ATP ആണോ ചോദിച്ചാൽ ATP അല്ല, 45 സീറ്റ് ബസ് തന്നെയാണ്. പിന്നെ വണ്ടി നമ്മൾ കളർ കോഡിലല്ല കൊണ്ടെടുക്കാൻ പോകണം ഗൈസ്, അത്രേ ഉള്ളൂ. കളർ കോഡിൽ നമ്മൾ കൊണ്ട് നടക്കുന്നില്ല കേട്ടോ ഗൈസ്, അത്രേ ഉള്ളൂ ഗൈസ്. കളർ കോഡ് നമ്മൾ കൊണ്ട് നടക്കില്ല. നമ്മൾ ചെറിയൊരു ഗ്രാഫിക്സ് വർക്കൊക്കെ അതിന് ചെയ്തിട്ടുണ്ട്. അപ്പം സോണിക്ക് ഗ്രാഫിക്സ് വർക്കും ബീസ്റ്റ് കളറിലുമാണ് വരുന്നത് കേട്ടോ ഗൈസ്. ബീസ്റ്റിൻ്റെ കളറൊക്കെ അവിടെ എത്തിയിട്ട് കാണാം. നമുക്ക് പിന്നെ പച്ചനോണ്ട് ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് 2 വണ്ടിയും പച്ച ആവാനാണ് സാധ്യത ഗൈസ്. അപ്പം ഞാൻ അത്ര ക്ലൂ നിങ്ങൾക്ക് തരുന്നുള്ളൂ ഗൈസ്, ബാക്കി നിങ്ങൾ ഇനി കണ്ടെത്തുക ഗൈസ്. അപ്പം നേരെ ഇനി നമുക്ക് ഗാരേജ് എത്തിയിട്ട് കാണാം. നേരെ ഷെഡിലെത്തിയിട്ട് വണ്ടി നേരിട്ട് തന്നെ കാണാം. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നേരിട്ട് തന്നെ അറിയുന്നതാണ് നല്ലത് ഗൈസ്. പിന്നെ നിങ്ങളെ സർപ്രൈസ് ആക്കി നിർത്തണ്ടല്ലോ ഗൈസ്. നേരെ നമുക്ക് ഷെഡ് പോയി നമ്മളെ പിള്ളേരെ കയറ്റണം. നേരെ ഇനി ഷെഡിലേക്കാണ് പോകുന്നത് ഗൈസ്. ടിൻ്റ് അടിച്ചുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ ടൈപ്പ് ടിൻ്റാണ് ഗൈസ്. കാരണം ഈ ടിൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഗൈസ്, ഈ ഒരു വണ്ടിൻ്റെ ടിൻ്റ് അടിച്ചുകൊണ്ട് എന്താ ബ്രൈറ്റ് ഇടുമ്പോൾ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് നമ്മളെ കണ്ണിക്കാൻ ബ്രൈറ്റ് അടിക്കില്ല ഗൈസ്. അതുകൊണ്ടാണ് ഈ ഒരു ടിൻ്റ് തന്നെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമ്മൾ നേരെ നമ്മളെ ഷെഡിലേക്ക് എത്തിയിട്ടുണ്ട്. നേരെ നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കിയാണ്ട് നമ്മളെ പിള്ളേരൊക്കെ കയറ്റി നേരായിട്ട് വിട്ടാട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും വണ്ടി ചെക്കന്മാരെ കയറ്റിയിട്ടുണ്ട്. നമുക്ക് നേരെ പോവാം. എല്ലാവരും നമ്മൾ വണ്ടീൻ്റെ ഡിക്കി ഒന്ന് അടിക്കാൻ പറഞ്ഞു ഗൈസ്. നമ്മൾ ഡിക്കിയൊക്കെ അടിച്ചിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി വിടാം. അപ്പോൾ എല്ലാവരും വണ്ടി കയറി ഇരിക്കുന്നുണ്ട് ഗൈസ്. ട്രക്കിങ്ങില്ല, അപ്പനെ പോയിട്ടിരിക്കുകയാണ് ഗൈസ്. എങ്ങനെ ഓടിച്ചോണ്ടില്ല, പണി കിട്ടിയാണ് ഗൈസ്. അപ്പം നേരെ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഈ മഴ ഉണ്ടായിട്ട് കൊടുങ്ങാൻ മതി വണ്ടി. ഇവിടെ പിന്നെ മണ്ണാണ് ഗൈസ്, കുടുങ്ങിയാൽ തീർന്ന്. അത്രേ ഉള്ളൂ ഗൈസ്, കുടുങ്ങിയാൽ തീർന്ന് അത്രയാണ്. വണ്ടി ചെറുതായിട്ട് സ്ലിപ്പൊക്കെ ആവുന്നുണ്ട്. ബ്രേക്ക് നമ്മൾ പവറാണ്, ഇവിടെ പിടിച്ച് ഔട്ട് നിൽക്കില്ല. മയത്ത് പറ്റിയ ബ്രേക്കാണ് ഗൈസ് കാണിച്ചാൽ. ഉണ്ട് കുറച്ച് അതിന് അപ്പനെ നിൽക്കുന്നുണ്ട്. അപ്പം ബ്രേക്കും മാറാണ് ഗൈസ്. പിന്നെ നമ്മൾ പിടിക്കേണ്ടില്ല. നേരെ നമുക്ക് പോയേക്കാം. റണ്ണേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഏതായാലും നമ്മളിങ്ങനെ വയനാട് എത്തി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കൊമ്പനും ഉണ്ട് ഗൈസ്, അല്ലാത്തൊരു കഥ തന്നെ. കൊമ്പന് കിടിലൻ ലിവറി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതായാലും റണ്ണേഴ്സ് എങ്ങനെയാണ് പറഞ്ഞത്, എന്നാലും കിടിലനാക്കിയിട്ട് തന്നെ ഉണ്ട് പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ചോര ഒരു വേറെ തന്നെ കേട്ടോ ഗൈസ്. അതിനാണ്ട് ചുരം കയറുന്നൊരു വൈബ് ഗൈസ്, അത് വേറെ തന്നെയാണ്. അപ്പം നേരെ ഇനി ഞങ്ങൾക്ക് വിചാരിച്ച സ്ഥലത്തേക്കാട് പോയേക്കട്ടോ ഗൈസ്. അവിടെ ഇങ്ങനെ ഷെഡ് വരുന്നുണ്ടെങ്കിൽ അവിടേക്കാണ് എത്തേണ്ടത് ഗൈസ്. കിട്ടില്ല ചുരമാണ് ഈ ഒരു ബസ്സിൻ്റെ ചുരം കയറുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫീൽ തന്നെയാണ് ഗൈസ്. അപ്പോൾ ടിൻറ്റിൽ സുഖമല്ല ഗൈസ്,
ചുരം കാണാൻ തിണ്ടിടാതെ കയറണം ഗൈസ് ഈ ചുരമൊക്കെ. അവിടെ നമ്മൾ ട്രിപ്പൊക്കെ വന്നതാണ് ഗൈസ്. അതുകൊണ്ടാണ് അധികം മൈൻഡ് നമ്മൾ ഇതിന് കൊടുക്കാത്തത് ഗൈസ്. അപ്പം എന്തൊന്ന് നോക്കിക്കട്ടെ എവിടെ അവസാനിക്കും. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരെ ഉള്ളു ഗൈസ്. അപ്പം നേരെ നമുക്ക് ഇവിടെ അടുത്ത മാപ്പിലേക്ക് വേണ്ടി വരും. അങ്ങനെ നമ്മൾ ഏതാണ്ട് ചുരമൊക്കെ ഒന്ന് കയറി മുകളിലെത്തി. കുറച്ച് പോകാണ്ട് ഗൈസ് സ്ഥലത്തിന്. അപ്പം നമുക്ക് നേരെ പോകാം. ഗൂഗിൾ മാപ്പൊക്കെയാണ് ഗൈസ് നമ്മൾ പോകുന്നത് ഗൈസ്. അപ്പം നേരെ നമുക്ക് അടുത്തിട്ട് കാണാം. വയനാടല്ല ഗൈസ്, മലപ്പുറം ഇനി അറിവാണ്. അപ്പം മലപ്പുറം പേര് എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഗൈസ്. അപ്പം ഇത് മലബാർ ട്രാഫിക് മോഡാണ്. ഇത് ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതിയിട്ട് ഗൈസ്. ഞാൻ ലിങ്ക് അയച്ചു തരുന്നതാണ്. പിന്നെ ഇതിൽ നമ്മൾ മലബാറിൻ്റെ APK ഫയലും ഒക്കെയാണ് കേട്ടോ നമ്മളിത് ചെയ്തത്. പക്ഷെ അതിൽ OBB പറയുമ്പോൾ അത് നമ്മളെ KBRൻ്റെ OBB ആണ് നമ്മൾ സെറ്റ് ചെയ്തത്. എന്നിട്ട് ഇത് വർക്കായി ഗൈസ്. മലബാറിൻ്റെ മാപ്പ് മോഡിലും KBRൻ്റെ OBBയിലാണ് ഇത് വർക്കായി ഗൈസ്. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടാവുമെന്ന്. ഏതായാലും മലപ്പുറം ഏരിയ കിടിലായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നേരെ ഇനി നമുക്ക് പോകാം. കിടില ഏരിയ ആണ് ഗൈസ്. എനിക്കത് നല്ല രീതിക്ക് ഇഷ്ടമായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ മതി. അപ്പം 1S വരുന്നുണ്ട്. അപ്പം 1S ആയി പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഈ ട്രിപ്പ് മിക്കവാറും നമ്മളെ വണ്ടി അടച്ച് കാണാൻ ഇതിൻ്റെ ആവും ഗൈസ്. നമ്മളെ ബ്ലാക്ക് പോയി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ ചെയ്ത ഹോട്ടലിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പുറപ്പെട്ട് മെയിൻ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഒരു ഫുഡ് കഴിക്കാൻ കയറിയ ഒരു ഹോട്ടലാണ് ഗൈസ്. അപ്പോൾ അവിടെ നിന്നൊക്കെ നമ്മൾ പുറപ്പെട്ട് പോയിന്ന്. അപ്പോൾ അവിടെ നിന്നില്ല, അപ്പം നമ്മളില്ല ഗൈസ്. അപ്പോൾ മിക്കവാറും നമ്മൾ ഇവിടുന്ന് നമ്മളെ ചെറുക്കനെ കാണാൻ മതി. നേരെ ഇനി നമുക്കവിടെ പോയേക്കാം. പിന്നെ വയ്യാണ് കൊമ്പൻ നൈസായിട്ട് പണി വലിച്ചെന്ന്. സംഭവം നൈസായിട്ട് കയ്യിൽ നിന്ന് പോയാന്ന്. അപ്പം കൊമ്പൻ നൈസായിട്ട് അവിടെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ നല്ല ഇറങ്ങി ചെല്ല. നമ്മൾ ബസ് വരുന്ന വഴി എവിടെയൊക്കെ ചെറുതായിട്ട് തട്ടിയിട്ടുണ്ട്. പിന്നെ അത് ട്രിപ്പല്ലാത്തതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്തില്ലാന്നുള്ളൂ ഗൈസ്. ഇപ്പോൾ കൊമ്പൻ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് ബാക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാം. എന്നിട്ട് നേരെ നമുക്ക് ഇവിടുന്ന് പോകാനാണ് ഗൈസ്. കുറച്ചുകൂടെ ചെറുക്കാൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ല ഗൈസ്. നല്ല ചളി പിടിച്ചിട്ടുണ്ട് ഇവന്. പിന്നെ എന്ത് ചളി ഏത് ചളി ഒന്നുമല്ല ഗൈസ്. ഞങ്ങൾക്ക് നേരെ നമ്മളെ ചെറുക്കനെ കണ്ടു ഗൈസ്. ചെറുതായിട്ട് ഈ സൈഡൊക്കെ പോയിട്ടുണ്ട്. കഴിഞ്ഞ് ഇടിച്ചിടിച്ച് പോയതാണ്. ഈ ടോന് ബ്ലോക്കൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പോവാം. ബ്ലോക്കൊക്കെ കൊമ്പൻ പോയിട്ടുണ്ട്. എന്നാലും ചെറിയ നാട്ടുകാരൊക്കെ വന്നതിൻ്റെ ഒരു ഇതാണ്. നമുക്ക് അവിടെ നിൽക്കേണ്ടിയില്ല. നമ്മൾ നേരെ അവിടെ നിന്ന് പോന്നിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ചുരമൊക്കെ ഇറങ്ങി പോകാനാണ് ഗൈസ്. അപ്പം ഇതൊന്നുമല്ല ഗൈസ് വയനാട് ചുരം. അതാണ് ചുരം എന്ന് പറയാറ് ഗൈസ്. വയനാടാണ് ഇപ്പോൾ അല്ലേ. നമുക്ക് നേരെ മലപ്പുറത്തേക്കാണ് പോകേണ്ടത് ഗൈസ്. അല്ല, മലപ്പുറത്ത് നിന്നാണ് വരുന്നത് ഗൈസ്. അപ്പോൾ അവിടെ ഒരു ഗാരേജിനാണ് നമ്മളെ വണ്ടി വർക്ക് ചെയ്ത് കൊടുത്തത് ഗൈസ്. അത്രയും ലോങ്ങൊക്കെ ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചു ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ പോയിട്ട് കാണാം. ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ചുവടുവിൽ നമ്മളങ്ങനെ വർക്ക്ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഇടത് ഭാഗത്ത് കാണുന്നതാണ് വർക്ക്ഷോപ്പ്. നമ്മളെ ബസ് നമുക്ക് നേരെ ഇവിടെ നിർത്തിയിട്ടേക്കാം. കാരണം നമ്മളപ്പല്ല വണ്ടി ഇവിടെ എത്തിയില്ല. അപ്പോൾ നമ്മളെ ബസ് നൈസായിട്ട് ഇവിടെ നിർത്തി കുറച്ച് ക്ലീൻ ആക്കാനൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ വന്നതിൻ്റെ ബസ് ഇതുവരെ വന്നില്ല കേട്ടോ ഗൈസ്. എന്തോ പേപ്പർ ഇഷ്യൂവിനൊക്കെ ആയിട്ട് പോയതാണ് കേട്ടോ ഗൈസ് വണ്ടി. അപ്പോൾ നമ്മൾ വിചാരിച്ച വണ്ടി ഇതുവരെ വന്നില്ല കേട്ടോ ഗൈസ്. ഒന്നത്ര ഒന്ന് Z1 നമ്മൾ Z1 ഇട്ട് ഗൈസ്. Z1 PS6 എന്തോ കാണാത്ത ലുക്കിൽ ഗൈസ്. അപ്പം അതിൻ്റെ അത്ര തലയെടുപ്പൊന്നും കാണില്ല ഗൈസ്. അതുകൊണ്ട് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണം. അപ്പോൾ റിപ്പയറൊക്കെ ചെയ്ത് കാണാം. സോണിക്ക്
വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം സോണിക്കാണ് ആദ്യം വന്നത്. അപ്പോൾ സോണിക്ക് വന്നാൽ സോണിക്ക് പോകും, പിന്നെ ബീസ്റ്റ് വരും. ബീസ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇതുവരെ എത്തിയില്ല. ചെറിയ എന്തോ വർക്കിന് വേണ്ടി ഡീസലൊക്കെ അടിക്കാൻ വേണ്ടി പോയാണ് ഗൈസ്, പെട്രോൾ പമ്പ് വരെ. അപ്പോൾ സോണിക്കാണ് ആദ്യം എത്തി. ഇതാണ് നമ്മൾ ഫ്രണ്ടിൽ ചെറിയൊരു ടൈപ്പ് ഗ്രാഫിക്സൊക്കെ നമ്മൾ ചെയ്തിട്ടില്ലേ. പിന്നെ സൈഡിൽ ഇങ്ങനെ ടൈപ്പ് ഗ്രാഫിക്സും പിന്നെ സോണിക്കിൻ്റെ ഒരു ചിത്രം കൊടുത്തിരുന്നു. അത് ഇല്ലീഗലാണെങ്കിൽ നമ്മളത് പറിച്ച് കളയും. പിന്നെ ഈ 2 സോണിക്കൊന്ന് ലെയ്ത്ത് മാത്രമേ പിന്നെ അവിടെ ഉണ്ടാവുള്ളൂ. പിന്നെ പകരം വേറെ സോണിക്ക് എന്ന് പറഞ്ഞാൽ ലെയ്ത്ത് അത് മാത്രം നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ ഗൈസ്. ബാക്കിൽ നമ്മൾ സോണിക്കിൻ്റെ ഒരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എല്ലായിടത്തും നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് ഗൈസ് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ വണ്ടിയിൽ നമ്മൾ ലിപ്പൊന്നും വെച്ചില്ല, അതേപോലെ തന്നെ കിടക്കുന്നത് ലിപ്പ് വെക്കണത് തനി കളറാണ്. യെല്ലോ കോമ്പറ്റീഷനിലാണ് നമ്മൾ ചെയ്തത്. നല്ല മഴയാണ്, ഇടിയാണ്. പിന്നെ സോണിക്കിനെ നമ്മളെ ചെക്കന്മാർ കൊണ്ടുപോയിട്ടുണ്ട് ഗൈസ്. സോണിക്കിന് നമ്മൾ കുറച്ച് ചെക്കന്മാർ കയറി പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മളെ ചെറുക്കൻ്റെ ബാക്കിലൊരു ലാൻഡൊക്കെ ഒരു സ്റ്റിക്കർ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. വണ്ടി സ്റ്റോക്കാണ്, ലിപ്പൊന്നും വെച്ചില്ല ഗൈസ്. ലിപ്പ് നമുക്ക് വെക്കണം. 2 സെക്കൻഡ് ഹാൻഡാണ്, കാരണം പുതിയത് വാങ്ങിയ ലൈറ്റ് വർക്ക് അങ്ങനെ കുറേ പൈസ പോകേണ്ടി വരും. പൈസ ഇല്ലാത്തതുകൊണ്ടല്ല ഗൈസ്, കുറേ പൈസ നമ്മൾ മുതലാക്കേണ്ടി വരും ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുതിയത് എടുക്കാതെ പഴയത് എടുത്തതിന്. പിന്നെ നമ്മൾ വിട്ടാണ് നമ്മൾ ഗിരേജൊക്കെ പോകാൻ ഗൈസ്. ടിക്കൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഒരു കുഴപ്പമില്ല, ഫുൾ സെറ്റാണ്. ഇനി നമുക്ക് നേരെ ഇവിടുന്ന് വിടാം ഗൈസ്. അപ്പോൾ നേരെ വണ്ടി എടുത്തിട്ടുണ്ട്, നേരെ വണ്ടി എടുക്കാണ് ഗൈസ്. അപ്പം നേരെ നമുക്ക് വണ്ടി എടുത്ത് പോകാം. അപ്പം മുന്നിൽ നമ്മളെ ചെക്കന്മാർ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ പോവാണ്. ഒരു പച്ച കളർ വണ്ടി എനിക്ക് എടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു ഗൈസ്. ഈ ഒരു വണ്ടി പ്രത്യേകിച്ച് എടുക്കണമെന്ന് നല്ല ആഗ്രഹിച്ച വണ്ടിയാണ് ഗൈസ്. അപ്പം അങ്ങനെ ഒടുവിൽ ഞാൻ ഈ ഒരു വണ്ടി സ്വന്തമാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതിനങ്ങനെ പോയത് ഗൈസ്, നമുക്കൊന്ന് പെട്രോൾ ഫുള്ളൊന്ന് ക്ലീൻ സെറ്റാക്കണം ഗൈസ്. ഏതായാലും നമുക്ക് ഇപ്പം അങ്ങോട്ട് പോകണ്ട, റിവേഴ്സ് അടിച്ച് വരുന്നുണ്ട് ഗൈസ്. നമുക്ക് അതിലെങ്ങനെ പോയേക്കാം. പിന്നെ നമുക്ക് മണ്ണിനെ വിട്ട് പോകാം. ഇതിലെങ്ങനെ റൂട്ട് തന്നെ വഴി. ഇതിൻ്റെ ഒരു വണ്ടി നമ്മൾ ഇറക്കണമെന്ന് ആഗ്രഹിച്ചാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ചെക്കന്മാർ നല്ല വർക്കൊക്കെ ചെയ്ത് കൊണ്ടെടുക്കുന്ന വണ്ടിയാണ് ഗൈസ് ഇത്. ഇൻറ്റീരിയറൊക്കെ ഒരു ഷീറ്റൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്, കിള്ളനാണ്. അപ്പം നമ്മളെ വീഡിയോ കാണാൻ എല്ലാവരും സബ് ചെയ്യാൻ പോകും, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇങ്ങനെ ഒരു വണ്ടി എടുക്കണം നമ്മൾ ഏറെ നേരം ആഗ്രഹിച്ചാണ്. കാരണം ഈ ഒരു കളറിൽ നമ്മളെ ബ്യൂട്ടിയും പിന്നെ കുറച്ച് വണ്ടികളൊക്കെ ഇറക്കിയപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഗൈസ്, ഇങ്ങനെ ഒരു വണ്ടി എടുക്കണമെന്ന്. അപ്പം ബ്യൂട്ടിൻ്റെ ഡൊറാഡോൻ്റെ കയ്യിൽ കണ്ടപ്പോൾ പിന്നെ എനിക്കിത് ഇറക്കിയേ പറ്റുമെന്ന് തോന്നി ഗൈസ്. കാരണം ഇത്രക്ക് അടിപൊളി കളറുള്ളൊരു വണ്ടി യൂസ് അത്രക്ക് നല്ല ചേരുന്നുണ്ട് ഗൈസ് ഈ ഒരു കളറ്. അതുകൊണ്ട് തന്നെ ഇറക്കിയേ പറ്റുമെന്ന് തീരുമാനിച്ച് ഞാനായിട്ട് ഇറക്കി ഗൈസ്. അതാണ് ഈ ഒരു വണ്ടി. അപ്പം നേരെ ഇനി നമുക്ക് വീട്ടിൽ പോവാം. അതാണ് നേരെ നമ്മൾ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. അപ്പോൾ സോണിക്ക് മുന്നേ പോയിട്ടുണ്ട്, അപ്പം കാണില്ലല്ലോ ഗൈസ്, കൊമ്പനൊക്കെ ഉണ്ട്. ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.